ഗുഡ് മോർണിംഗ്. പ്രൈസ് ടു ജീസസ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം ഞാൻ ആശംസിക്കുന്നു. ദൈവം ഇന്ന് പകലിലും നിങ്ങളെ ഈ സന്ദേശം കേൾക്കുന്നതിലേക്കായി കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ ദൈവിക പദ്ധതി മറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങളെ പോലെ തന്നെ ഞാനും ആഴമായി അതിയായി വിശ്വസിക്കുന്നു. ഇന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു സന്ദേശമാണ് മതിയാവോളം തരുന്ന സ്വർഗീയ സ്നേഹം. സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എന്തും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് എന്തും പകരുന്നു എന്നുള്ളതാണ്. ശുദ്ധ ബൈബിളിൽ ഏറ്റവും നല്ല സ്നേഹത്തിൻ്റെ ഉടമ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു സ്നേഹിച്ചതുപോലെ ബൈബിളിൽ മറ്റാർക്കും ആരെയും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാകുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും, യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ പലതും കൊണ്ടുവരുന്നു. നമ്മളൊക്കെ സ്നേഹിക്കുന്നവർക്ക്, നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നവർക്ക് നാം കണക്ക് നോക്കാതെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. മേടിച്ചു കൊടുക്കുന്ന സാധനത്തിന് വില നോക്കാറില്ല. മേടിച്ചു കൊടുക്കുന്ന സാധനം ഏറ്റവും നല്ല സന്തോഷം കിട്ടുന്ന സാധനമായിരിക്കും നമ്മുടെ സുഹൃത്തിന് മേടിച്ചു കൊടുക്കുന്നത്. ശരിയല്ലേ? എനിക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് സാധനം മേടിക്കുമ്പോൾ ഞാൻ അതിൻ്റെ പ്രൈസ് ടാഗ് നോക്കാറില്ല. ഞാൻ എന്ത് മേടിച്ചാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും സന്തോഷമാകുമോ അതായിരിക്കും ഞാൻ മേടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെയാണ് നമ്മുടെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ദാനങ്ങൾ എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ നമുക്ക് നല്ലൊരു സ്നേഹത്തിൻ്റെ മാതൃക കർത്താവായ യേശുക്രിസ്തു ഉപമയിലൂടെ തരുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള തിരുവെഴുത്തുകൾ വായിക്കുമ്പോഴാണ് നമുക്ക് ആ ഭാഗം മനസ്സിലാക്കുന്നത്. അതിനു മുന്നേ യേശുക്രിസ്തു 11-ാമത്തെ അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥനയുടെ ഒരു വലിയ പാഠം തന്നെ പഠിപ്പിക്കുകയാണ്. നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തെ, എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിസ്വാർത്ഥമായ ഒരു സ്നേഹം ഞാൻ ദൈവത്തോട് പുലർത്തേണ്ടതൊരു വലിയ കടമയാണ്. നിസ്വാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളിൽ പലരും എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു വിശ്വാസവും ഒരു സ്നേഹവും നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുക്കുന്നത് കൊണ്ടാണ് നിങ്ങളിൽ പലരും എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്. അതുപോലെ നമുക്ക് ദൈവത്തോട് എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയുന്ന ഒരു സമയമാണ് പ്രാർത്ഥനയുടെ സമയം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അരികിൽ തന്റെ ശിഷ്യന്മാർ വന്ന് യോഹന്നാന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നത് കണ്ട് കൊതി മൂത്താണ് ചോദിക്കുന്നത്, കർത്താവേ, ഞങ്ങളെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശു മറുത്തൊന്നും പറയാതെ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. യേശു എന്തുകൊണ്ടാണ് മറ്റൊരു ചോദ്യം ചോദിക്കാതെ, എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കൊതിയുണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്, ഇന്നൊന്നും ചോദിക്കാതെ ഉടനെ അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മൊഴികൾ പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും യേശു കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥന ചോദിച്ചപ്പോൾ പ്രാർത്ഥനയുടെ മൊഴികൾ അവൻ കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കർത്താവായ യേശുവിനോട് ചോദിക്കുന്ന ഏതൊരു കാര്യത്തിനും ഉത്തരമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവുകളിൽ ഒന്നാണ് ഇത്. കാരണം പ്രാർത്ഥന എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉത്തരം തപ്പി നിൽക്കുന്ന ഒരു കർത്താവിനെ അല്ല, പിന്നെയോ ഉടനെ റെഡി മെയ്ഡായി അവരിലേക്ക് പകർന്നു കൊടുക്കുന്ന, അവർക്കത് ഉപയോഗിച്ച മാത്രം മതി. അവിടെ അവർക്കത് ഉപയോഗിച്ച മാത്രം മതി. ചോദിച്ച ഉടൻ അവിടെ അവർക്ക് റെഡിമെയ്ഡായി കൊടുക്കുന്ന ഒരു കർത്താവിൻ്റെ മൊഴികളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ശേഷം
യേശു അവരെ കൊണ്ടുപോകുന്നത് ഒരു ശ്രേഷ്ഠകരമായ ഒരു ഉപമയിലേക്കാണ്. ആ ഭാഗമാണ് ഞാൻ പറഞ്ഞത്, ഒരു ആവശ്യക്കാരന്റെ ഉപമ. 5-ാമത്തെ വാക്യം മുതലാണ് അത് കിടക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവെഴുത്ത് മുതലാണ് നാം അത് വായിക്കുന്നത്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരേണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുക്കുവാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകെ കൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, ഇന്ന് ഇത് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാകുന്ന ഒരു ഉപമയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്ക് എല്ലാ പേർക്കും ഈ ഉപമ ബൈബിൾ നോക്കാതെ തന്നെ നമുക്ക് പറയാൻ കഴിയും, നമ്മൾ മനഃപ്പാഠമാക്കി വെച്ചിരിക്കുന്നതാണ്. എങ്കിലും ചിന്താവിഷയം ഇതാണ്, നമ്മിൽ എത്ര പേർ ഇതുപോലെ ലജ്ജ കൂടാതെ ദൈവസന്നിധിയിൽ മുട്ടാൻ തയ്യാറാകുന്നുണ്ട്? പക്ഷേ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരേ വിഷയം തന്നെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, പ്രാർത്ഥന വേറെ, മുട്ടുവേറെ. പ്രാർത്ഥന വേറെ, മുട്ടൽ വേറെ. കാരണം ഇവിടെ തിരുവെഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എന്നാണ്. ലജ്ജ കൂടാതെ എന്ന വാക്കിന് അനൈഡയ്യ എന്നാണ് ഇവിടുത്തെ അർത്ഥം. അനൈഡയ്യ എന്ന ഗ്രീക്ക് പദത്തിന് ലജ്ജയില്ലായ്മ എന്ന ഒരു ഭാഗവും, അതുപോലെ തന്നെ ഉറപ്പ്, ധൈര്യം, ചങ്കൂറ്റം മുതലായ അർത്ഥവും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും നല്ല കൂട്ടുകാരന്റെ അടുത്ത് വന്നാണ് സ്നേഹിതൻ മുട്ടിയത്. മുട്ടുന്നവന്റെ വീട്ടിൽ മുട്ടുണ്ടാകത്തില്ല എന്ന് ഉറപ്പുള്ളവന്റെ വീട്ടിൽ വന്നാണ് സുഹൃത്ത് മുട്ടിയത്. അങ്ങനാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിലും ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ വന്ന് നിന്ന് കേൾക്കുന്ന ഈ തിരുവെഴുത്തിനകത്ത് എന്റെ മുട്ടുകളെ മാറ്റുന്ന ഒരു സ്വരമുണ്ട് എന്ന്, അതായത് ഈ തിരുവെഴുത്തുകളിൽ വന്ന് ഞാൻ നിന്ന് ശ്രമിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, ഈ തിരുവെഴുത്തിനകത്ത് നിന്ന് എന്നോട് സംസാരിക്കുന്ന ഒരു സ്നേഹിതനും തിരിച്ച് പ്രത്യുത്തരം പറയുന്ന ഒരു ചങ്ങാതിയും ഈ തിരുവെഴുത്തിനകത്തുണ്ടെന്ന് മനസ്സിലാക്കിയാൽ, ഇവിടെ ഈ സ്നേഹിതന്റെ വീടിന് മുൻപിൽ വന്ന് നിന്ന് മുട്ടിയ സ്നേഹിതൻ മനസ്സിലാക്കുന്നത് പോലെ നിങ്ങളും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ ഈ സ്നേഹിതന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിന്നവന്റെ വാതിലിൽ ഞാൻ മുട്ടുമ്പോൾ അകത്തു നിന്നൊരുവൻ ഉത്തരം തരുന്നത് പോലെ, അകത്തുള്ളവന്റെ പക്കൽ ഇവന്റെ സുഹൃത്തിനുള്ള വിശപ്പിനുള്ള ഭക്ഷണം ഉണ്ട് എന്നറിയുന്നത് പോലെ, പുറത്തു നിന്ന് മുട്ടുകയും അകത്തു നിന്ന് മറുപടി പറയുകയും ചെയ്യുന്നവനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പോലെ, ഈ പ്രഭാതത്തിലും ഇവിടെ ഈ തിരുവെഴുത്ത് കേൾക്കുകയും ഈ തിരുവെഴുത്തിൽ മുട്ടുകയും ചെയ്യുന്ന, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന താങ്കൾക്ക് വചനത്തിന്റെ അകത്തു നിന്ന് തന്നെ ഒരു പ്രത്യുത്തരം വരും. ആ വചനത്തിനകത്ത് നിന്റെ വിശപ്പ് മാറ്റാനുള്ള അപ്പവും ഉണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തെ, ലജ്ജയില്ലാതെ അനൈഡയ്യ, ചങ്കൂറ്റത്തോടെ അനൈഡയ്യ, ശക്തിയോടെ അനൈഡയ്യ, ലജ്ജയില്ലാതെ അനൈഡയ്യ, ധൈര്യത്തോടെ അനൈഡയ്യ, അങ്ങനെ നിങ്ങൾക്ക് മുട്ടാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട് ഈ പ്രഭാതത്തിൽ. അവരെ പരിശുദ്ധാത്മാവ് ഇന്ന് സ്പർശിക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ സ്വർഗം തന്റെ സ്നേഹത്തിൽ ചിലത് പ്രൊവൈഡ് ചെയ്യുക തന്നെ ചെയ്യും. അതേ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇവിടെ അടയ്ക്കപ്പെട്ടിരിക്കുന്ന വാതിലിന് പുറത്തു വന്നു നിന്ന് മുട്ടുന്ന ഒരു സുഹൃത്ത്, എല്ലാ വിളക്കുകളും കെടുത്തി, എവിടെയും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, രാത്രിയിൽ വെളിച്ചമില്ലാത്തത് കൊണ്ട് അവിടെ അവരെല്ലാവരും പകലാണ് സഞ്ചാരം, അതിരാവിലെയാണ് സഞ്ചാരം. പാശ്ചാത്യ നഗരങ്ങളിൽ എല്ലായിടവും
വിളക്ക് കെടുത്തി നിൽക്കുമ്പോഴും ഇവിടെ ഒരു സ്നേഹിതൻ ഓടി വന്ന് ഈ വീട്ടിൽ വന്ന് നിന്ന് മുട്ടണമെന്നുണ്ടെങ്കിൽ അകത്തു നിന്നൊരു സ്വരം വരുമെന്നും അവൻ ഇവിടം വിട്ട് എവിടെയും പോയിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് പകലിലും പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ ആത്മനിറവിൽ നിന്നോട് പ്രവചിച്ചു പറയുന്നു, നീ പുറത്തൊന്നും കണ്ടിട്ടല്ല, നീ അകത്തു നിന്നൊരു ശബ്ദം എനിക്ക് വേണ്ടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന വാതിൽ, ഞാൻ വിശ്വസിക്കുന്ന ഇടത്തു നിന്ന് ഒരു ശബ്ദം എനിക്ക് വേണ്ടി വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഇവിടെ ഈ സ്നേഹിതൻ മുട്ടുന്നത് പോലെ നീയും മുട്ടുന്നുവെങ്കിൽ നിനക്ക് മതിയാവോളം തരുന്ന ഒരു സ്വർഗീയ സ്നേഹത്തെക്കുറിച്ചാ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ സംസാരിക്കുന്നത്. ആ സ്നേഹം നിനക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ ഒരു സ്നേഹിതന് വേണ്ടിയിട്ടാണ് ഈ സ്നേഹിതൻ അപേക്ഷിക്കുന്നത്. 3 അപ്പം വായ്പ തരണം. ഒരു വായ്പയ്ക്ക് വേണ്ടിയാണ് ഇവിടെ ഈ മനുഷ്യൻ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ മടക്കി കൊടുക്കും. പക്ഷെ തിരുവെഴുത്ത് പറയുന്ന ഒരു വേർഡ് എന്താണെന്നറിയാവോ? 3 അപ്പം ചോദിച്ചെടുത്ത് മതിയാവോളം കൊടുക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് നീ താൽക്കാലികമായ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം നിൽക്കുന്നത്. ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിലായിരിക്കാം പലതും അന്വേഷിക്കുന്നത്. ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള നിലയിലായിരിക്കാം പലതും അന്വേഷിക്കുന്നത്. പക്ഷെ കർത്താവ് നിനക്ക് വേണ്ടി വാതിൽ തുറന്നാലുണ്ടല്ലോ, സ്വർഗം അതിനകത്തുനിന്ന് മതിയാവോളം, അവിടെ അളവില്ല, മതിയാവോളം നിനക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്രയും സ്വർഗം നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. പക്ഷെ വാതിൽ തുറക്കുന്ന അത്ര എളുപ്പമല്ലെന്ന്. ആമേൻ. കാരണം മുട്ടിയ ഉടൻ സ്നേഹിതനാന്ന് പറഞ്ഞ് അവിടെ തുറന്നു കൊടുത്തൊന്നുമില്ല. പക്ഷെ അവനൊരു അനൈഡയി അവിടെ പ്രയോഗിച്ചു. എന്താണെന്നറിയാവോ? ലജ്ജയില്ലായ്മ. നീ മുട്ടുന്നടുത്ത് നിന്ന് നീ നിബന്ധനകൾ ഇല്ലാതെയാണ് മുട്ടുന്നതെന്നുണ്ടെങ്കിൽ, മുൻവിധികൾ ഇല്ലാതെയാണ് മുട്ടുന്നതെന്നുണ്ടെങ്കിൽ, മുൻവിധി ഉള്ളവൻ ഒരിക്കലും അനൈഡയ്യ പ്രയോഗിക്കാൻ പറ്റത്തില്ല. ആമേൻ. മുൻവിധി ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ചങ്കൂറ്റം ഉണ്ടാകത്തില്ല. മുൻവിധിയുള്ള വ്യക്തിക്ക് ഒരിക്കലും ധൈര്യം ഉണ്ടാകത്തില്ല. മുൻവിധിയുള്ള വ്യക്തിക്ക് ഒരിക്കലും ശക്തി ഉണ്ടാകത്തില്ല. മുൻവിധിയുള്ള വ്യക്തി എപ്പോഴും ലജ്ജയോടെ നിൽക്കത്തുള്ളൂ. ആമേൻ. ഇവിടെ കൂട്ടുകാരനാന്നുള്ള ബോധ്യത്തോടെയാ ഈ സുഹൃത്ത് ഇവിടെ നിന്ന് മുട്ടുന്നത്. അവൻ പ്രയോഗിച്ച ഒരു അനൈഡയ്യ. ഇന്ന് പകലിലും നിനക്ക് മുൻവിധികളില്ലാതെ വിശ്വാസത്തോടെ മതിയാവോളം എനിക്ക് തരുന്നൊരു സ്വർഗീയ സ്നേഹത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ ഇന്ന് പകലിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. സ്വർഗം നിനക്ക്, നീ 3 ചോദിച്ചേ, പക്ഷെ ആ ഡോറ് തുറന്ന നിനക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന അത്രയും സ്വർഗം നിനക്ക് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ്. കം ഓൺ. ഹല്ലേലൂയ. പ്രവാചക ശിഷ്യന്റെ ഭാര്യ കടം തീർക്കാനുള്ള വഴിയാ ചോദിച്ചേ. പക്ഷെ ദൈവം ഡോറ് തുറന്നപ്പോ അവർക്ക് കടവും തീർത്ത് ബിസിനസ് ചെയ്യാനുള്ള വഴി കൂടെ തുറന്നതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തെ, എന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഡോറ് തുറന്നാലുണ്ടല്ലോ, പക്ഷെ അത് തുറന്ന് കിട്ടുന്നത് വരെ നീ ഒരു അനൈഡയ്യയുടെ അനുഭവത്തിലായിരിക്കണം. എങ്കിൽ സ്വർഗം നിന്റെ ജീവിതത്തിൽ ഭയങ്കരമായ വിശാലത വരുന്നത്. ഇന്ന് പകലിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏതൊക്കെയോ ഡോറുകൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തുറക്കട്ടെ. Jesus name I receive it. യേശു 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടോ, യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഈ പ്രാർത്ഥിക്കുന്ന വീരൻ ആ അടഞ്ഞ ഡോറിന്റെ മുമ്പിൽ നിന്ന് ഈ 3 കാര്യം പ്രയോഗിച്ച്. എന്താണെന്നറിയോ? 1 യാചിച്ചു, കമോൺ. 2 അന്വേഷിച്ചു, കമോൺ. 3 അവൻ മുട്ടി. ജീസസ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഈ 3 മനോഭാവത്തിലായിരിക്കണം. 1 പ്രാർത്ഥനയ്ക്കകത്തൊരു യാചന വേണം. 2 ആ യാചനയ്ക്കകത്തൊരു അന്വേഷണം ഉണ്ടാകണം. യാചിച്ചുകൊണ്ട് നിന്നാ പോരാ, കർത്താവ് തരുന്നു എന്നുള്ള അന്വേഷണം വേണം. 3 മുട്ടിക്കൊണ്ടേയിരിക്കണം. അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലർ മുട്ടാൻ മറക്കും. മറുപടി വരുന്നുണ്ടോ എന്നുള്ള ശ്രദ്ധയിലായി പോകും, മുട്ടത്തില്ല, മുട്ട് നിർത്തും. പക്ഷെ ഇവിടെ ഈ മനുഷ്യൻ 3 കാര്യം അവിടെ പ്രയോഗിക്കും. 1 യാചിച്ചു. 2 യാചനയ്ക്കകത്തുകൂടെ ഒരു അന്വേഷിക്കുന്ന ആത്മക്കണ്ണവൻ ഉണ്ടായിരുന്നു. 3 അവൻ മുട്ടിക്കൊണ്ടേയിരുന്നു. കമാൻ. ഇന്ന് രാത്രിയിലും ഇതുപോലെ മടുത്തു പോകാതെ രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊക്കെയോ ദൈവമക്കൾ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. കിട്ടുന്ന സമയമെല്ലാം പോയിരുന്ന് കണ്ണുനീരോടെ കരയുന്ന ചില വ്യക്തികൾ ഈ സന്ദേശം പ്രഭാതത്തിൽ കേൾക്കുന്നുണ്ട്. ലഭിക്കുന്ന മീറ്റിങ്ങുകൾക്കെല്ലാം പോകുകയും
ലഭിക്കുന്ന സന്ദേശങ്ങളെല്ലാം എന്നോടുള്ള ദൈവശബ്ദം എന്ന് പറഞ്ഞ് കേൾക്കുകയും ചെയ്യുന്ന ചില ദൈവമക്കൾ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, മതിയാവോളം നിനക്ക് തരുന്നൊരു സ്വർഗീയ സ്നേഹത്തിന്റെ കലവറ ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാ. എന്റെ ദൈവം ആ സ്നേഹത്തിന്റെ ഡോറ് നിനക്ക് തുറന്നാലുണ്ടല്ലോ, പിന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു നദിയാ നിനക്ക് പിന്നെ ഒഴുകുന്നത്. അതിനകത്തുണ്ടെന്നേ സകലത്. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിന്റെ അനുഭവമാ യേശു ഈ പങ്കുവെച്ചത്. നിങ്ങൾക്കറിയാവോ? കാരണം യേശു ഭൂമിയിൽ നിന്ന് ചോദിച്ചതൊന്നും പിതാവ് നൽകാതിരുന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ഭക്തന്മാരുടെ എല്ലാ കാര്യങ്ങളും. ചോദിച്ചിട്ടുള്ളൊന്നും അവർക്ക് ലഭിക്കാതിരുന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ മാന്യ സുഹൃത്തെ, പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിന്നോട് പ്രവചിച്ചു പറയുകയാണ്, നീ ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തം പരമായത് നീ വാങ്ങാൻ തയ്യാറായിക്കോ. ദൈവം നിനക്കൊരു ഡോറ് തുറക്കാൻ പോകുന്നു. ദൈവം നിനക്ക് ആദ്യം ദൈവം തുറക്കുന്നത് വചനത്തിന്റെ വാതിലായിരിക്കും. രണ്ടാമത് ദൈവം നിനക്ക് തുറക്കുന്നത് മറുപടിയുടെ വാതിലായിരിക്കും. ഈ ദിവസങ്ങളിൽ ദൈവം അധികം വചനത്തിലൂടെ നിന്നോട് സംസാരിക്കുന്നത്, ദൂതുകളിലൂടെ ദൈവം നിന്നോട് ഇടപെടുന്നതും നിന്റെ മറുപടിയുടെ വാതിലുകൾ തുറക്കാൻ സമയമായതുകൊണ്ടാണ്. ബൈബിൾ പറയുന്ന ഇതാണ്. ലൂക്കോസിന്റെ സുവിശേഷം പഠിച്ചപ്പോ ഈ ഒരു ഉപമ യേശു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തപ്പോ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്. വീട്ടിൽ വന്ന അതിഥിയെ ഒഴിഞ്ഞ വയറുമായി ഉറങ്ങാൻ അനുവദിച്ചുകൂടാ. ആ ബോധ്യമായ വ്യക്തിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കടം വാങ്ങിയെങ്കിലും ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കണം, വായ്പ വാങ്ങിയെങ്കിലും കൊടുക്കണം എന്ന് ദൈവം ഈ മനുഷ്യൻ കൂട്ടുകാരൻ വിചാരിച്ചത്. വീട്ടുടയവൻ തന്റെ സ്നേഹിതന്റെ പടിക്കൽ വന്നു നിന്ന് മുട്ടുന്നു. അസമയെങ്കിലും സ്നേഹിതൻ എഴുന്നേറ്റ് വേണ്ടുവോളം കൊടുക്കുന്നു. രണ്ടാം സ്നേഹിതൻ മൂന്നാമന് വേണ്ടി ഒന്നാമനെ സമീപിച്ചു. ഇന്ന് എനിക്ക് നിങ്ങളോട് ഈ പ്രഭാതത്തിൽ പറയാനുള്ളത്, രണ്ടാം സ്നേഹിതൻ, ആദ്യം ഒരു സ്നേഹിതൻ വന്നു. ആദ്യത്തെ സ്നേഹിതന് വേണ്ടി രണ്ടാമത്തെ സ്നേഹിതൻ മൂന്നാമത്തെ സ്നേഹിതനെ സമീപിച്ചു. ഇതുപോലെ യേശുവിനെ താങ്കളുടെ ഒന്നാം സ്നേഹിതനാക്കാൻ താങ്കൾ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ആ സ്നേഹിതൻ നിനക്ക് തരികയില്ലേ കുഞ്ഞെ? യേശുവിനെ നിന്റെ പ്രിയ സ്നേഹിതനാക്കാൻ കഴിയുമോ? ആ സ്നേഹം മതിയാവോളം ആസ്വദിക്കാനുള്ളൊരു നല്ല അവസരമല്ലേ അത്? നമുക്ക് ആവശ്യമുള്ളതെല്ലാം മതിയാവോളം നമുക്ക് തരുന്ന ആ സ്വർഗീയ സ്നേഹത്തിലേക്ക് ഈ പകലിൽ എൻ്റെ ഹൃദയം അങ്ങ് വിട്ടുകൊടുത്താൽ ആ സ്നേഹത്തിന്റെ കടലിൽ എനിക്ക് ഈ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകാനായി കഴിയത്തില്ലേ? തുഴഞ്ഞു മുമ്പോട്ട് പോകാനായി കഴിയത്തില്ലേ? അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ സ്നേഹക്കടലിൽ കിടക്കുന്ന ഒരു മത്സ്യങ്ങളും തൻ്റെ തീൻ തേടി കരയിൽ അലയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ കടലിനകത്ത് തന്നെ തുടരുന്ന ഒരു കടൽ പായലുകളും അതിന്റെ തീൻ തേടി ചന്തയ്ക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ കടലിൽ തുടരുന്ന ഒരു മത്സ്യങ്ങളും വഴക്കുകൂടി അവർ വിദേശത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ കടലിനകത്താണ് നീ കിടക്കുന്നതെങ്കിൽ, ആ സ്നേഹ കടലിലാണ് നീ തുടരുന്നതെങ്കിൽ, നീ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിടവും അലയേണ്ടി വരത്തില്ല. എല്ലാം നിനക്ക് ആ കടലിനകത്ത് ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമാൺ, ഈ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, എന്തെല്ലാം നിനക്ക് കൈവിട്ടാലും ആ ദൈവസ്നേഹം നീ കൈവിടരുത്. ആ ദൈവസ്നേഹം നീ കൈവിടരുത്. മതിയാവോളം നിനക്ക് തരുന്ന സ്വർഗീയ സ്നേഹത്തെ ഈ പ്രഭാതത്തിൽ നീ എവിടെയെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കുക, തിരിച്ചു പിടിക്കുക, തിരിച്ചു പിടിക്കുക. ആ അഭിഷേകം തിരിച്ചു പിടിക്കുക, ആ കൃപ തിരിച്ചു പിടിക്കുക, ആ ദൈവശക്തി തിരിച്ചു പിടിക്കുക, വിശ്വാസം തിരിച്ചു പിടിക്കുക. ഈ പ്രഭാതത്തിൽ ദൈവം അതിനായി തന്നെ അഭിഷേകം ചെയ്യട്ടെ.
തിരിച്ചു പിടിക്കുക, തിരിച്ചു പിടിക്കുക, അഭിഷേകം തിരിച്ചു പിടിക്കുക. എല്ലാ കണ്ണുകളും അടയട്ടെ. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ ആ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ. കാരണം ഞങ്ങൾക്ക് എല്ലാം ദൈവം തരുന്ന സ്നേഹ കടലിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവേ, ഞാൻ ഈ ജനവുമായി നിന്റെ അരികിലേക്ക് വരുന്നു. ഈ ജനത്തോട് ഇന്ന് സംസാരിച്ചതിനായി സ്തോത്രം. ഞാൻ ഇവരെ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവരെ അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. ആരെങ്കിലും സ്നേഹത്തിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ കർത്താവേ, അവരെ അവിടുന്ന് നേടണമേ. ദൈവിക ആശ്വാസവും സമാധാനവും അവർക്ക് നൽകണമേ. ദൈവകൃപയിൽ അവരെ ബ്ലസ് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളായി കേൾക്കുന്നെങ്കിൽ, കടഭാരത്തിൽ എന്നെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, ആവശ്യമധ്യത്തിലായിരിക്കുന്നെങ്കിൽ, ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ സൗഖ്യവും വിടുതലും അവിടുന്ന് കൽപ്പിച്ചാകണം. നന്മകൾ കൊണ്ട് ഇവരെ നിറച്ചാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമുള്ള ഞങ്ങളുടെ മീറ്റിംഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. Have a great day. Goodbye.